ഏട്ടന്റെ സൗണ്ട് കേട്ടു. പപ്പു ഇതാ തുടങ്ങിയിട്ടോ ബഹളം എങ്ങനെ കേൾക്കുന്നാ? ഇന്നോ ഇന്ന് സാമ്പാറുണ്ട്, ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്, മോരുണ്ട്. എന്തേ ഈ കൈപ്പയ്ക്കല്ലേ, എനിക്ക് ഈ കൈപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ കൈപ്പയ്ക്ക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണ പോലെയല്ല. ഇതെങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഉപ്പേരി നമ്മൾ എന്താ കൈപ്പയ്ക്ക എങ്ങനെ വെച്ചാലും ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് കൈപ്പയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനോ? ഇന്നിപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കണത്. ഏട്ടന് പനിയാണ്, കഴിക്കില്ല. ഇത് പച്ച കൈപ്പയ്ക്കാണ് കേട്ടോ. നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യാൽ. അപ്പം ഇന്നിക്കത് കണ്ടപ്പോൾ ഉപ്പേരി ഉണ്ടാക്കി. കുഞ്ഞൻ കഴിക്കോ? ഓ കൊണ്ടാട്ടം സാമിക്കുട്ടി എന്നാ പോണ് പറ. ഭസ്മത്തിലൊക്കെ കുളി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ രാത്രിയത്തെ വിശേഷങ്ങളായിട്ട് വന്നിട്ടേ ഇല്ല. രാത്രിയിൽ എല്ലാവരും ഉണ്ടാകും. കുറച്ച് നേരം രാത്രിയത്തെ മക്കളുടെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുസ്വാമി പറഞ്ഞ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലേ കുഞ്ഞാ? അതാ ഇപ്പോഴേ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പുട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ പറയണ് വല്യമ്മ ആ എന്താ പറഞ്ഞു കൊടുക്ക്, സൂചി വലിയ സൂചി എത്രയിലെത്തിയാലൊക്കെ ചോറ് തരിക? ചെറിയ സൂചി 8ന്റെ അവിടെ എത്തി. വലിയ സൂചിയില്ലേ അത് 5ന്റെ ഇവിടെ എത്തി, പകുതി എത്തി. അപ്പോൾ 8:30 ആവാറായിന്ന്. 8:30 ആവാറായിട്ടില്ല കേട്ടോ, 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. എത്ര ആളാണ് കാലൊന്നും ഒഴിയാന്? വൈകുന്നേരത്ത് നമ്മുടെ ഇവിടെ പറഞ്ഞു വെച്ചാൽ എന്താണെന്നറിയോ, പഠിക്കേണ്ട സമയമാവും. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നാലെ ഇരിക്കട്ടെ എല്ലാവരും. ഞാൻ കഴിയുന്നത് നേരത്തെ എന്തെങ്കിലും ചെയ്ത് വെക്കും. ഇപ്പം എന്താണെന്നറിയോ, നല്ല തണുപ്പല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ചൂടോടെ കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ മുതൽ അമ്മൂട്ടിക്ക് 8-8:15 ആകുമ്പോഴേക്കും ക്ലാസ് തുടങ്ങും കേട്ടോ. നേരത്തെ അവൾക്ക് ചോറാക്കി കൊടുക്കണം. ഇന്നിപ്പോൾ നൂൽപുട്ട് കൊണ്ടുപോയി. ഇന്നലെ പലഹാരം കൊണ്ടുപോകുമ്പോഴേ മക്കൾക്ക് വിശപ്പ്. മീൻ്റെ കൈ എന്താ അതിങ്ങനെ? എൻ്റെ പൊന്നാരി തക്കണുണ്ടോ? ഓ കണ്ടേട്ടാ, ഞാൻ ഇരിക്കും ഇപ്പക്ക് കുട്ടി പടി. എൻ്റെ കുട്ടിയാണ് രാജാവ്. എന്താ ഇച്ചോ കാലു എനിക്ക്? അപ്പൊ നീ ഏത് കൂടെ ഓടിയത്? പിന്നെന്താണ് കാലു അടയുന്നത്? നാളെ ഇപ്പൊ എന്താ ഉപ്പേരി വെക്കണ്ട്? കോവയ്ക്ക് കൊത്തമരക്കുണ്ട്. പൊന്നു ഇതെന്തത്? ഓ അമ്മക്ക് ഏട്ടന്റെ കാലിന് ഒഴിയാൻ പാടില്ല. പാടില്ല. അച്ചടാ, നമ്മള് പച്ചമുളക് ഇല്ലേ, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും കീറിയിട്ട് കൊടുക്കട്ടെ. ഇതിലേക്കില്ലേ കുരു ഇഷ്ടമാണ് കേട്ടോ കൈപ്പയ്ക്കയുടെ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല, കടുകടേനെ കടിക്കുള്ളൂ. ചോള് കുഞ്ഞുള്ളിക്ക് ചോള് കേട്ടോ. ഇപ്പൊ തന്നെ ചോള്. എന്തപ്പ തന്നെ ചോറിനാണ് സമയമായിട്ടില്ല കേട്ടോ. വേണ്ട മൊത്തം ഏട്ടാ. കുഞ്ഞന്റെ വർത്താനം കേട്ടോ. വല്യമ്മ അവിടെ ഇരുന്നോ, അവൻ ഇവിടെ ഇരിക്കാന്ന്. എന്താ തണുക്കുണ്ടപ്പോ? കുട്ടി സ്വാമിക്ക് തണുക്കുണ്ടോ സ്വാമി? അല്ലേ, ഉറക്കം വരിക. നേരത്തെ തീച്ചിട്ടാണ്. വേഗം കഴിച്ചിട്ട് ഇതും കൂടി ആയ കഴിക്കാട്ടോ. ചുണ്ട് കണ്ടോ അവന്റെ? ചുണ്ട് കണ്ടേട്ടാ. ഞാൻ അവനോട് പറഞ്ഞതാണ് പുതിയ വീടിന്റെ അവിടെ പോകുമ്പോഴേ ആ സ്റ്റെപ്പ് ഇങ്ങനെ അല്ലേ, ഇങ്ങനെ. അതാ ചുണ്ട്. അത് സാരല്ല അല്ലേ, നീ നാളെ പോയിട്ട് ഒന്ന് കളിക്കും അല്ലേ? അതിന്
അതല്ല ഏട്ടാ രസേ. അവിടെ പണിയെടുക്കണവരില്ലേ, പണിയെടുക്കാൻ വരുന്നവർക്ക് ഭയങ്കര പേടിയാണ്. എന്തൊക്കെ കൈക്കോട്ടം കൊണ്ടൊക്കെ പണിയെടുക്കുമ്പോൾ ഏത് കൂടെ മുമ്പ് കൂടെ ഉണ്ടാവുക അറിയില്ല എന്ന് ശ്രദ്ധിച്ച് പാടുന്നു. ചിലപ്പോൾ ദൂ പറഞ്ഞിട്ട് പോണതേ കാണുള്ളൂ പറയട്ടാ. ശരിയാണ്, എന്തൊരു വികൃതി വെച്ചിട്ടാ. അവ സ്കൂളിൽ പോയ ഒന്നും ചെയ്യില്ല അത്ര സുഖന്നെ. ഉപ്പിട്ടിട്ട് ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് വറക്കൊന്നും വേണ്ട. കുഞ്ഞുണ്ണിക്ക് വേണ്ട ഉപ്പേരി, കൈപ്പയ്ക്കപ്പേരി അധികം ഇഷ്ടം വേണ്ടേ? കുഞ്ഞേ ഉപ്പേരി വേണോ? കുട്ടിക്ക് ഉപ്പേരി വേണോ? വേണ്ട, നല്ല കയ്പുണ്ട്, നല്ല രസമുണ്ടേ. വലിയച്ഛൻ കൂട്ടി, വലിയച്ഛൻ ഇതൊന്നും ഇങ്ങനെ നമ്മളില്ലേ വലിയിച്ചാണ്ട് എടുത്താൽ മതി കേട്ടോ. കുഞ്ഞോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് കറുവപ്പിൻ്റെ എല്ലാം എടുത്ത് തന്നോ. ഏട്ടാ വറുത്തിട്ടില്ലേ കയ്പയ്ക്ക് അതല്ല പറയണതേ, അവൻ കയ്പയ്ക്ക് കൊണ്ടാട്ടുണ്ടാക്കില്ലേ നമ്മള്, അതാണെന്ന് വിചാരിച്ചില്ലേ കുഞ്ഞാ? അല്ല മുത്തേ, മുത്തേ അതല്ലേ കൊണ്ടാട്ട. ബീൻസ് ഉപ്പേരി ഉണ്ട്. വട്ടം കറി കളിക്കല്ലേ എന്തുണ്ണി ഇതാട്ടോ, വലിഞ്ഞു വലിഞ്ഞു. അപ്പൊ നമുക്ക് കഴിച്ചാലോ? സാമ്പാർ, കൊണ്ടാട്ടമുളക്, ഇതാ കയ്പ്പയ്ക്ക കണ്ടില്ലേ. ഇന്നും ചോറ്. ചോറ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഓട്സ് വാങ്ങാൻ പറഞ്ഞിട്ടേ ഞാനത് മറന്നു, ഏട്ടൻ മറന്നു. അപ്പം ഇന്നില്ലേ നല്ല സാമ്പാർ കേട്ടോ. അപ്പം ചോറിനാന്ന് തോന്നി. എന്തിന് എല്ലാവരും കഴിച്ചു കേട്ടോ. ഞാൻ സുകന്യ കഴിക്കാറുള്ളൂ. സുകന്യതാ പൊന്നൂസിനെ അവിടെ ഉറക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, എന്നിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാൻ. കണ്ടോ തവളയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനും കഴിക്കട്ടെ. കഴിക്കേണ്ട സമയം കഴിഞ്ഞു. കയ്പയ്ക്ക ചെറിയൊരു കയ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കയ്പയ്ക്ക ഇങ്ങനെ വെക്കാൻ രസാട്ടോ. കണ്ടോ തലമേലൊട്ടി വന്നു. എൻ്റെ കൂടെ കിടക്കുന്ന പറഞ്ഞിട്ടാണ്. അതെ, അമ്മൻ്റെ റൂമില്. ശരി. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുമ്പോഴേ ഈ ഉപ്പേരിയിൽ നീളത്തിൽ പച്ചമുളക് കീറിയിട്ടില്ലേ, അതിൽ ഉപ്പൊക്കെ പിടിച്ചത് നല്ല ടേസ്റ്റ് ആണല്ലേ ഏട്ടാ. അവൻ ചോറുണ്ടല്ലോ. അവൻ ചോറുണ്ടോ. ഇതൊക്കെ പണ്ടത്തെ ഉപ്പേരി. അതാണ് വഴുതനങ്ങയെന്ന് വെച്ചാലും പയറാണെന്ന് വെച്ചാലും ഒക്കെ പച്ചമുളക് കീറിയിടുക, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മുടെ കടുക് താളിക്കലും സംഭവമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അല്ലേ ഏട്ടാ. നമ്മൾ തേങ്ങയൊക്കെ കൂട്ടിയിട്ട് ഉപ്പേരി വയ്ക്കുന്ന അതിൻ്റെ ഒരു രുചി വേറെ. ഇത് പഴയ രീതിയിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ചൂടുള്ള കഞ്ഞിയില്ലേ, അടിപൊളിയാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തൊരു അധികം ഇളം കയ്പ ഉണ്ടാവുമ്പോൾ കയ്പ് കൂടിയ ടേസ്റ്റ് പോയി. കയ്പ് കൂടിയ ചെറിയൊരു കയ്പ ഉണ്ടാവുമ്പോൾ അതിന് നല്ല വേവിച്ച് കഴിഞ്ഞിട്ട് വെണ്ണ ഒഴിച്ചിട്ട് നല്ല അങ്ങോട്ട് വഴറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ശരിയോ, ഇതിൽ ഉള്ളിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കഴിക്കട്ടെ, കഴിച്ചിട്ട് പോരെ, ഞാൻ പാട്ട് പാടാൻ അറിയാം. അപ്പം നമ്മുടെ കഴിക്കൽ കഴിഞ്ഞു, പാത്രം കഴുകൽ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. കുട്ടികളുടെ ഓരോ തിരക്കുകൾ കാരണം അപ്പം അതൊന്നും വീഡിയോ എടുത്തില്ല. ഇനി വീതനയും കൂടി ഒന്ന് തുടയ്ക്കണം. നമ്മളിതാണ്ടോ ഇപ്പം തന്നെ തണുപ്പ് കാരണം നമ്മുടെ എണ്ണ ഉറങ്ങാൻ തുടങ്ങി. കണ്ടില്ലേ കളർ മാറി വന്നു കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമുക്ക് ഇതാ കിടക്കണം. ചുക്കുവെള്ളത്തിന് ഏട്ടനെ ചുക്കുവെള്ളം രാവിലെ നടക്കാൻ പോയില്ലേ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഏട്ടനെ ഇപ്പോഴേ പോയി കുളിച്ചിട്ട് വന്നിട്ട് പനിയാണ് കേട്ടോ. സൗണ്ടൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ഏട്ടന് മാത്രമല്ല അച്ചുട്ടിക്കൊക്കെ സൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാവർക്കും സൗണ്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ പപ്പൂനൊക്കെ കഴിക്കൽ കൊടുക്കൽ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ മാല ഇടുമ്പോൾ നമ്മൾ നോമ്പ് ഒരുപാട് എടുത്തിട്ടില്ലല്ലോ എന്നിങ്ങനെ ഒരു കമൻറ്റ് കണ്ടിരുന്നു കേട്ടോ. അതിൽ കുറച്ച് പേര് പേഴ്സണലായിട്ടും ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി അറിയാം. എന്താ വെച്ചാൽ നമ്മളിവിടെ 3 സ്ത്രീകളുള്ളതല്ലേ. അപ്പോൾ നമുക്ക് പറ്റാണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് നോമ്പെടുത്തിട്ട് പോകാനും നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല. 41 വ്രതമൊക്കെ എടുത്തിട്ട് ആദ്യമൊക്കെ അവർ പോയിരുന്നു കേട്ടോ. ഇപ്പം അതിന് പറ്റിയ സാഹചര്യങ്ങളല്ല. അപ്പം അത് കാരണം നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ശുദ്ധിയോടെ നമ്മൾ പോണു. അല്ല ഇപ്രാവശ്യം നമ്മൾ എന്താ വെച്ചെങ്കിൽ കിച്ചുട്ടൻ ആദ്യം നോമ്പെടുത്തു,
പിന്നെ നോക്കുമ്പോൾ അപ്പോഴേക്ക് ഒരാൾക്ക് പറ്റാതെ അത് ഒഴിവായി. പിന്നെ എടുത്ത് തുടങ്ങി അപ്പോഴേക്ക് പിന്നെയും പറ്റാതെ അപ്പോഴേക്ക് പിന്നെയും ഒഴിവായി. മൂന്നാമത് അതുപോലെ തന്നെ ആയി. അപ്പോൾ ഇപ്രാവശ്യം പോകുന്നില്ല, ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവർ രണ്ടാളും ഒറ്റ കാലും മേൽ നിൽക്കുകയാണ് പോകണമെന്ന് പറഞ്ഞിട്ട്. കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതല്ലേ. അപ്പോൾ അവർക്കൊരു വിഷമം വരരുത്. കാരണം നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം നോമ്പ് നമുക്ക് ഇന്ന് വേണ്ട നാളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഇതൊന്നും ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവായി നിൽക്കുമ്പോൾ കിച്ചിട്ട് ന്യൂ ഇയറിൻ്റെ ഒക്കെ ആ ദിവസങ്ങളിൽ കരഞ്ഞു ബഹളം വെച്ചേക്കണം, എനിക്കൊന്നും വേണ്ട ഞാൻ നോമ്പെടുത്തോളാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നോമ്പെടുത്തിട്ട് കാര്യമില്ല, അങ്ങനെ തോന്നുകൊണ്ടാണ് നമ്മൾ അത് ഏതായാലും തീരട്ടെ എന്നിട്ട് ഇനി എടുക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 41 വ്രതം എടുത്തിട്ടാണ് പോകേണ്ടതെന്നെല്ലാം അറിയാം. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ മക്കളുടെ ആഗ്രഹമായിപ്പോയി. ആഗ്രഹം പറഞ്ഞൊരു പുണ്യസ്ഥലത്തേക്കല്ലേ പോണത്. അവർക്ക് പോകണ്ടെന്ന് പറയാനോ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. എൻ്റെ പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രാവശ്യം അങ്ങനെ പോകാൻ ഒരുങ്ങിയത്. അല്ല പറഞ്ഞാൽ നമ്മൾ ഇനി ഇടമാസത്തിലാണ് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പം എന്തായാലും എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഡിസംബറിലാണ് പോയത്. ഇപ്രാവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് വൈകിട്ട് പോകണം. പിന്നെ പറഞ്ഞു വെച്ചാൽ അച്ചൂന് മാത്രമേ പോകാൻ പറ്റാതെ ഉള്ളൂ കേട്ടോ. അമ്മുട്ടിയും പോയതാണ്. അമ്മുട്ടി 2 പ്രാവശ്യത്തോളം അമ്മുട്ടി പോയേക്കണു. പിന്നെ ഈ കോവിഡിൻ്റെ തിരക്ക് വന്നപ്പോഴാണ് അച്ചൂന് പോകാൻ പറ്റാതെ ഇത്. അതെനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാലേ ഭാഗ്യമൊന്നും 7 കൂടെ ഇല്ലാത്ത ഒരു ആൾക്കാരാണ്. അല്ല, കിച്ചൊക്കെ അത്രയ്ക്കും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം തന്നെ മല കയറിയപ്പോഴേ കുട്ടിക്ക് തീരെ വയ്യാതെ ഇതൊക്കെ. പക്ഷെ എന്നാലും അവന് പ്രാവശ്യം പോകണമെന്ന് എപ്പോഴോ തൊട്ട് പറയാൻ തുടങ്ങിയതാണ്. ഞാൻ എപ്പോഴാണ് കൊണ്ടുവച്ച് ഞാൻ നോമ്പെടുക്കട്ടെ, അത് വാങ്ങട്ടെ ഇത് വാങ്ങട്ടെ, തുണി വാങ്ങട്ടെ, മാല വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിനോട്ട് ഒരുങ്ങിയിരിക്കുന്ന പറഞ്ഞിട്ട് കുറേ. അപ്പോൾ നമ്മളിനി അവർക്ക് വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ കാര്യങ്ങൾ അറിയാതെ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് മറ്റൊരാൾക്ക് മാതൃകയല്ല, അല്ലെങ്കിൽ മെസ്സേജ് കൊടുക്കുക അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. മക്കൾക്കൊരു വിഷമം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ഏട്ടാ ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ എൻ്റെ ഏട്ടന്മാരൊക്കെ 2 വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ മലയ്ക്ക് പോകണവരാണ്. നമ്മൾ കന്യാസ്വാമി ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് 41 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 41 ദിവസം വ്രതം എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പോകേണ്ടതൊക്കെ തന്നെയാണ് ശരി. 41 നോമ്പെടുത്ത് കരിമല ചവിട്ടിയിട്ടൊക്കെയാണ് ശരിക്കും പോകേണ്ടത്. പക്ഷെ ഒന്നും ഇപ്പോൾ ആർക്കും അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നോക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ. അതല്ലാതെ പോകാമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിഷമാവില്ലേ എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം കൊണ്ടുവന്നേ ഉള്ളൂ. ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏട്ടൻ്റെ കൂട്ടുകാരൻ ഇവിടെ പണിക്ക് വന്നാൽ അവർ പറയുകയാണേ നമ്മുടെ ഇവിടെ തന്നെ ചുറ്റുവട്ടത്ത് തന്നെ എത്ര സ്ഥലങ്ങളുണ്ട് കാണാനെന്നറിയോ, നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന്. ശരിയാണ്, നമ്മളെവിടെയും പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ചുറ്റുവട്ട കാഴ്ചകളും ഒക്കെ കാണിക്കാലേട്ടാ. പിന്നെ വീടിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ, വീടിൻ്റെ ഇന്നത്തോടെ നമ്മുടെ 4 ഭാഗം പരിസരമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് അവിടെ നിർത്തി. ഇനി ആ വിറകാല പൊളിക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇനി അവർക്ക് വേറെ എവിടെ കുറച്ച് ദിവസത്തെ പണിയുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഒരു ദിവസത്തെ പണിക്ക് വേണ്ടിയിട്ട് അവർ മെനക്കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പണി അവരുടെ പോവും. ശരിക്കൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അല്ല, ഇനി പണികൾ ഒരുപാടുണ്ട്. ഇതിപ്പോൾ 4 വർഷം വൃത്തിയാക്കലും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കുമ്പോഴാണ് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാണിക്കുമ്പോഴാണ് മനസ്സിലാവും. കമൻറ്റ് ബോക്സ് ഓഫാണ്. കുട്ടികളെ കൂടുതൽ നേരം കാണിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കുകയാണ്. നമ്മളിതിന് മുന്നേ പല വീഡിയോയിലും പറഞ്ഞില്ല, നമ്മളായിട്ട് ഓഫാക്കി വയ്ക്കുന്നില്ല. നമ്മൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാലും 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് തിരിച്ച് ഓഫായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നമുക്കിപ്പോൾ അത് ഓഫാക്കി വെച്ചിട്ട് എന്ത് സ്വകാര്യത എന്ത് നടത്താനാണ്? എല്ലാവരുടെയും അന്വേഷണങ്ങളും ഓരോ അഭിപ്രായങ്ങളും ഒക്കെ നമുക്കറിയാൻ ആഗ്രഹമുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓണാക്കി വെക്കുന്നത് തന്നെയാണ്, ഇത് ഓഫായി പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നടക്കണം.